പിതാവിനും പുത്രനും പരിശുദ്ധവായിക്ക് സ്തുതി. ആദ്യം നീക്കം തന്നെ ആമീൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിക്ക് ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങൾ വിശാനാദയമാർത്താവിന്റെ നാമത്തിൽ വന്ദനം വരുവാനിക്കാൻ വാഴ്ത്തപ്പെട്ടവനാതിരകളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയെക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ആരോട് വരണം രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാം പരിശുദ്ധമാപ്പെടണമേ, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ ദൃഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ച പോലെ പാളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിപ്പിക്കരുതേ, വിനോദനോട്ട് അന്വേഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മാത്രമേക്ക് നിനക്കുള്ളതാന്നു. ആമീൻ. കൃപ പറഞ്ഞു അറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാന്നു. നിന്റെ ദുരലമായ കർത്താവേ ശിമിശ വാഴ്ത്തപ്പെട്ടവനാന്നു. ശുദ്ധമുള്ള അന്യർത്തറിയമേ ബ്രാൻഡ് അമ്മേ, വാവിളാൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വന്ന സമയത്ത് ദൈവം തമ്പുരാന്റെ അപേക്ഷകളാണമേ. ആമീൻ. ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹ നാമത്തിൽ വന്ദനം അർപ്പിക്കുകയും ഒപ്പം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് അറ്റ്ലാന്റ റീജിയനാണ് ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെയും അതുപോലെ എല്ലാ ഭാരവാഹികളെയും ഈ പാർട്ടിസിപ്പൻസിനെയും ഇന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട മത്തായി സാറിനെയും കൂടെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അവിടെ റീജിയനിലുള്ള സെന്റ് ഗ്രിഗോറിയസ് ഗാർലൻഡ് ചർച്ചിന് വേണ്ടിയും പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ചിന്നമ്മ ഏബ്രഹാമാണ് പാട്ട്. ഹലോ, കേൾക്കാവോ? കേൾക്കാം. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ വിചാരിപ്പിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ, ഭക്ഷണമായി കാകനെന്റെ അടുക്കൽ വരും. അപ്പവും ഇറച്ചിയും കരത്തിൽ തരും. ജീവ ഉറവയൻ തോടെനിക്കു ദാഹം തീർത്തിടും.
അപ്പവും ഇറച്ചിയും കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു തീർത്തേടും എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. പ്രിയപ്പെട്ട ചിഹ്നമായ അബ്രഹാമിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും ഒരുപോലെ ദിവസവും തുറന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പന്നച്ചാണ്ടിയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യം പന്നച്ചാണ്ടി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എലിസബത്ത് കേൾക്കാമോ? കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോർ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, പുറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ബാറയ്ക്കുമോ. പ്രിയപ്പെട്ട പൊന്നമ്മച്ചാണ്ടി കുടുംബത്തെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. പല പരീക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെയും അതിജീവിച്ച് ഇന്ന് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ചെയ്ത വായന ദൈവം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അനുതാപ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, സത്യപിതാവേ, ഈ ദിവസത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാനായിട്ട് ഇടയാക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ MES-ന്റെ കൂട്ടായ്മകളൊക്കെ അവിടുന്ന് നിഗേരമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കൂടുമ്പോഴും കർത്താവേ, ഇതിൻ്റെ തിരുസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാനും
വചനം ധ്യാനിക്കുവാനും അത് കേട്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാനും അവിടെ നിങ്ങളെ സഹായിക്കണം. കർത്താവ് വലിയവനും ആദ്യമില്ലാത്തവൻ തന്നെ സ്നേഹിക്കുന്നവർക്കായി തന്റെ വാഗ്ദാനവും സത്യവും കാത്തുകൊള്ളുന്നതിന് യേശുമിശിഹായ തന്റെ പുത്രനാൽ പാപത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതുമായ കർത്താവിനെ പ്രത്യേകമായിട്ടും ഈ സമയത്ത് അവിടെ ഞങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് കൃപയായിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായി സർവശക്തനായ ഞങ്ങളുടെ കർത്താവെ, നശിച്ചിരിക്കുന്ന അരിഷ്ടദാസന്മാരായ ഞങ്ങൾ നിന്റെ കൃപയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്നിൽ മാത്രം ഞാൻ ശരണപ്പെട്ടിരിക്കാൻ നിന്റെ തിരുമുമ്പാകെ എൻ്റെ അപേക്ഷ പ്രവേശിക്കണമേ. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ എനിക്ക് തരണമേ. അവനാൽ സകല അന്യായത്തിൽ നിന്നും പാപക്കറയിൽ നിന്ന് ഞാൻ വെടിപ്പാക്കപ്പെടണമേ. എൻ്റെ കർത്താവെ, നിന്റെ പരിശുദ്ധ റൂഹായിക്ക് എന്നെ ആലയമാക്കണമേ. എൻ്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ മേൽ വരുന്ന സകലത്തെയും സ്തോത്രത്തോടുകൂടെ ഞാൻ സഹിക്കേണ്ടുന്നതിന് എനിക്ക് ശക്തിയും പരമാർത്ഥതയും മനസ്സിൻ്റെ താഴ്മയോടുകൂടി ദീർഘക്ഷമയും തരണമേ. എൻ്റെ ആത്മാവ് മഹോന്നതനായിരിക്കുന്ന നിന്റെ ദൈവത്വത്തെ മോഹത്തപ്പെടുത്തിക്കൊണ്ട് നിന്റെ ഏകപുത്രൻ്റെ സ്കീപ്പായ എൻ്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ ഞാൻ വഹിപ്പാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ കർത്താവെ, എൻ്റെ വിചാരങ്ങളെ നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ഇമ്പത്താൽ എൻ്റെ ആത്മാവിനെ തൃപ്തിയാക്കണമേ. എൻ്റെ കർത്താവെ, നിന്റെ തിരുവിഷ്ടനിൽ വസിക്കണമേ. ഭ്രമിക്കത്തക്കതായ ഭയങ്കര ന്യായവിധിയുടെ ദിവസത്തിൽ ഞാൻ നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കണം. എന്തെന്നാൽ നിനക്ക് നിന്റെ ഏകപുത്രനോട് നിന്റെ വിശുദ്ധ റൂഹാടും കൂടെ സകല സ്തുതിയും ബഹുമാനം വന്ദനവും യോഗ്യമാണ്. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛൻ ചെയ്ത കൗമാ പ്രാർത്ഥനയോടൊപ്പവും ഈ അനുതാപ പ്രാർത്ഥനയോടൊപ്പവും നമുക്ക് മലാഹമാർ പോലും ഇറയ്ക്കുന്ന ദൈവസന്നിധിയിൽ സ്തുതി കരയേറ്റുവാനും അതോടൊപ്പം നാം ഇരിക്കുന്ന ഭവനങ്ങൾ, നാം പ്രവർത്തിക്കുന്ന രംഗങ്ങൾ ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകണമേ. രോഗത്തിലും വിഷമങ്ങളിലും സമാധാനമില്ലായ്മയിലും ഒക്കെ എല്ലാവർക്കും അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഏലിയാമ്മ ഫിലിപ്പ് പാട്ട് പാടുന്നു. കേൾക്കാം. തമ്പുരാൻ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി ദാസനെ പോലവൻ ജീവിച്ചു. പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ ദാസനെ പോലവൻ ജീവിച്ചു. പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ളാമുരുകുന്നൻ ചങ്കൂതകേരുന്നൻ കണ്ണുനീറയുന്നൻ രക്ഷകൻ. ഉള്ളാമുരുകുന്നൻ ചങ്കൂതകേരുന്നൻ കണ്ണുനീറയുന്നൻ രക്ഷകനെ. എന്തോരു സ്നേഹമേ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിൻ ഓമേന പൈതലായി തീർക്കണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിൻ ഓമേന പൈതലായി തീർക്കണമേ. കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ
കോടി ദൂതന്മാരാർക്കുമായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് എന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് എന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. പൊന്നേശുതം പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശുതം പുരാനെന്നോ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. താങ്ക് യു ആന്റി. വില്യാമ്മ ഫിലിപ്പിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് നാം അപ്പോസ്തല പ്രവൃത്തികളിൽ വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നമുക്ക് ശ്രദ്ധയോടും പ്രാർത്ഥനയോടുകൂടിയും ഇരിക്കാം. വചനം പറയുന്ന ദൈവത്തിന്റെ മകന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ ബഹുമാനപ്പെട്ട മത്തായി സാറിനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. കർത്താവിൽ പ്രിയരെ, എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മത്തായി സാറിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല, മനുഷ്യനുമായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബോംബെയിൽ നിന്നാണെന്ന് അവിടുത്തെ ഒരു ലേ ലീഡറാണ്, ഡയസ് ഓഫ് ബോംബെയിൽ ഞാൻ അറിയുന്നു. അതുപോലെ തന്നെ നിരവധി ആത്മീയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ടും എനിക്ക് തോന്നുന്നത് മുള്ളറ്റ് പള്ളിയാണ് പിന്നെ മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അപ്പം പ്രത്യേകമായിട്ട് ഈ സ്ത്രീ സമാജത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് പ്രത്യേകമായിട്ട് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വചനം തരുവാനായിട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അത് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ്. സാർ തുടങ്ങട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠര്, ഇന്ന് ഈ ധ്യാന യോഗത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. വളരെ ഔപചാരികമായിട്ട് നിങ്ങളോടൊത്ത് ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ആമുഖമായിട്ട് ഞാൻ മറ്റൊന്നും തന്നെ പറയാതെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. എഫേസ്യൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമുണ്ട്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്. എഫേസ്യൻ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ളതായ വേദഭാഗം നമ്മൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ രത്ന ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവിനെ നാം അറിയുന്നതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. പുതിയ തർജിമയിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അന്തർനേത്രം തുറക്കുക എന്നാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ മനുഷ്യർക്ക് മാത്രമായി സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന 6ാമത്തെ ഇന്ദ്രിയമാണ് അന്തർനേത്രം. നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് അല്പകാര്യങ്ങൾ പറയുന്നത്. ഈ വിഷയത്തെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും കോട്ടയുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വിഷയം നിന്റെ മക്കള് കേൾക്കുമ്പോൾ അവരുടെ അന്തർനേത്രം തുറന്ന്
അതവരുടെ ഹൃദയങ്ങളിലേക്ക് പതിയുവാൻ തക്കവണ്ണം നീ സംഗതിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ നിന്റേതാണല്ലോ. എന്നിലൂടെ കർത്താവെ നിന്റെ വചനത്തെ ഘോഷിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ. കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ആമീൻ. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എഫേസ്യ ലേഖനത്തെക്കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് 6 അധ്യായങ്ങളുണ്ട്, 155 വാക്യങ്ങളുണ്ട്. ഇതിൻ്റെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിന്നും പൗലൂസ് അപ്പോസ്തലനാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലേസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം, ഇത് 4ഉം റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലൂസ് അപ്പോസ്തലൻ എഴുതിയതാണ്. അതുകൊണ്ടാണ് ഇത് കാരാഗ്രഹ ലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇനി എഫേസ്യ ലേഖനം പൗലൂസ് അപ്പോസ്തലന്റെ സഭാ വിജ്ഞാനീയമാണ് എന്നാണ് നമ്മുടെ സഭാപിതാക്കന്മാരും വേദപണ്ഡിതന്മാരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ ലേഖനത്തിൽ 6 അധ്യായത്തിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ മറ്റു ഒരിടത്തും രേഖപ്പെടുത്താത്ത ഒരു വചനം ഇതിലുണ്ട്. 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. നമുക്കറിയാം, നമ്മളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നതാ. ആ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു പറയാറുണ്ട്. എന്താണ്? തൃത്വത്തിലുള്ള ഏകത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏക ദൈവം, ഏക പുത്രൻ, ഏക കർത്താവ്, ഏക റൂഹ, ഏക വിശുദ്ധ സഭ, ഏക മാമോദിസ, ഇതാണ് നമ്മുടെ വിശ്വാസം. അത് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇതിന് വേദപുസ്തക അടിസ്ഥാനപരമായിട്ട് എന്ത് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ സഭാമക്കളായ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഏകത്വത്തില് 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ തികയ്ക്കുന്ന സംഖ്യയാണ്. 7 കാര്യങ്ങൾ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്. ഏക പ്രത്യാശ, ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ മാത്രം, വിശ്വാസം 1, സ്നാനം 1, പിതാവും ദൈവവുമായവൻ 1. കൂടുതൽ അതിൻ്റെ വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ എഫേസ്യ പട്ടണത്തെക്കുറിച്ചൊരു വാക്ക് നോക്കാം. ഏഷ്യ മൈനറിലെ, അതായത് ഇന്നത്തെ തുർക്കിയുടെ പടിഞ്ഞാറെ തീരത്തുള്ളതായ ഒരു വലിയ തുറമുഖ പട്ടണമായിരുന്നു എഫേസൂസ്. ഇവിടെ വിവിധ മതങ്ങളിൽപ്പെട്ട ഒരു ഗ്രീക്ക് കോളനി ആയിരുന്നു. നിങ്ങളിൽ ബോംബെയിൽ നിന്ന് വന്നവർ കാണുമായിരിക്കുമല്ലോ. ബോംബെ എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരെ ഒന്നിച്ച് പാർക്കുന്ന ഒരു പട്ടണമാണ്. അതുപോലെ നാനാജാതി മതസ്ഥരായ ആളുകൾ പാർത്ത ഒരു പട്ടണമായിരുന്നു എഫേസ്യ. എഫേസ്യ ലേഖനത്തിൻ്റെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വിശുദ്ധ പൗലൂസ് അപ്പോസ്തലൻ തൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും മിഷണറി യാത്രയിൽ എഫേസൂസിൽ താമസിച്ചു. 3 വർഷക്കാലം അദ്ദേഹം എഫേസൂസിൽ താമസിക്കുകയുണ്ടായി. എന്നാൽ എഫേസ്യ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടതിൻ്റെ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: എഫേസീസിലുള്ളതായ വിശുദ്ധന്മാർക്കും യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അവിടെ എഫേസൂസിലുള്ള എന്നത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ പൗരാണിക ലേഖനങ്ങളിലോ ആധികാരികമായ കൈയെഴുത്ത് പ്രതികളിലോ അങ്ങനെ കാണുന്നില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആധുനിക പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച്
പറയുവാൻ കാരണം വിശുദ്ധനായ പൗലൂസ് അപ്പോസ്തലന്റെ ഒരു ചാക്രിയ ലേഖനമാണ് എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണവും കൂടി പറയുന്നുണ്ട്. എഫേസൂസിലെ സഭയിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടോ ദീർഘകാലം അദ്ദേഹം എഫേസൂസിൽ താമസിച്ചിട്ട് അവിടെയുള്ള ആരുടെയെങ്കിലും പേരെടുത്ത് പറയുകയോ അവർക്ക് വന്ദനം ചെയ്യുകയോ മറ്റു ലേഖനങ്ങളിൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നാം ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏഷ്യ മൈനറിലുള്ളതായ വിവിധ സഭകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ അറിയിക്കുവാൻ വേണ്ടിയുള്ള റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് തൻ്റെ വിശ്വസ്തനായ തിഹിക്കോസിൻ്റെ 6-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇത് കാണാം. അദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്ത് വിട്ടു. അത് എഫേസൂസിലേക്ക് ആദ്യം വിട്ടത് കൊണ്ട് എഫേസൂസ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇത് ഞാൻ ആമുഖമായിട്ട് ഈ കാര്യങ്ങൾ പറയുവാൻ കാരണം ഈ എഫേസ്യ ലേഖനത്തിൻ്റെ 4, 5, 6 അധ്യായങ്ങൾ ഇതിനു ശേഷം നിങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉള്ളതായ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട പുസ്തകമായതുകൊണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അന്തർനേത്രം തുറക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാതെ ആത്മീക മനുഷ്യൻ്റെ, അതായത് അന്തർനേത്രം തുറക്കുന്ന മനുഷ്യൻ്റെ ചില പ്രത്യേകതകൾ മാത്രം അല്പമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആത്മീക മനുഷ്യൻ പാപത്തിന് പോകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു വചനമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഇങ്ങനെ കേട്ടാൽ ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോത്രപിതാവായ ജോസഫ് പറയുകയാണ്. ജോസഫിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ജോസഫിന്റെ സഹോദരന്മാര് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പൊട്ടക്കിണറ്റിൽ നിന്ന് മിദ്യാന്റെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു. അവരിൽ നിന്നും മിസ്രയീം രാജാവായ ഫറവോന്റെ അകമ്പടി നായകനായ പൊത്തീഫറിന് വിറ്റു. പൊത്തീഫറിന്റെ ഭവനത്തില് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവിടേക്ക് പൈശാചികൻ കടന്നു വന്നു. കോമളരൂപിയായ യോസഫില് അവന്റെ ഭാര്യയെ അനുരക്തയായി അവള് അവിശുദ്ധ ബന്ധത്തിന് വേണ്ടി യോസഫിനെ നിർബന്ധിച്ചപ്പോൾ അവന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ട് യോസഫ് പോകുമ്പോൾ പറയുന്ന വചനമാണ്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? അതേ, മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് പാപത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും ദൈവം കാണും എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണം. ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ജോസഫ് ഓടിയൊളിച്ചത് കൊണ്ട് ജോസഫിനെ കുറിച്ച് മിസ്രയീം രാജാവായ ഫറവോൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ജോസഫിനെ നമുക്കറിയാം മിസ്രയീം രാജ്യത്തിന്റെ 2ാം സ്ഥാനത്തേക്ക് ഉയർത്തി. അതേ, ആത്മീക മനുഷ്യൻ പാപത്തിനെ പോകത്തില്ല. ഇനി രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, അന്തർനേത്രം തുറക്കുന്ന ആത്മീക മനുഷ്യന് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതകൾ ഏറെയുണ്ട്. മ്ലേച്ഛമായ പട്ടണങ്ങളിൽ ജീവിക്കുമ്പോഴൊക്കെ അത് സാധ്യമാണ്. എന്നാൽ ആ പാപത്തെക്കുറിച്ച് നമ്മുടെ അന്തർനേത്രം തുറക്കുമ്പോൾ ഞാൻ പാപിയാണെന്നുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകുകയും നാം പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ പഠിക്കുമ്പോൾ ധൂർത്തപുത്രന്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ ധൂർത്തപുത്രൻ തനിക്ക് സുബോധമുണ്ടായപ്പോൾ പറയുന്നത്, പിതാവിന്റെ അടുക്കിലേക്ക് പശ്ചാത്തപിച്ച് അനുദപിച്ചവനായ ആ ധൂർത്തപുത്രൻ പറയുകയാണ്, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നതാണ്. നാം പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. നാം പാപം ചെയ്തെന്നാൽ നമ്മുടെ അന്തർനേത്രം നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ പാപം ഏറ്റുപറയുവാൻ തയ്യാറാകണം. ഓർത്തഡോക്സ് സഭ അതുകൊണ്ടാണ് വിശുദ്ധ കുംഭസാരം
ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ പാപത്തെ ഏറ്റുപറയുവാൻ നമ്മുടെ അന്തർനേത്രം തുറക്കണം സാധിക്കണം. ഇനി മൂന്നാമതായിട്ട് അന്തർനേത്രം തുറക്കുന്ന ആത്മീക മനുഷ്യന് അവനൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ അവൻ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ സാധിക്കും. ഞാൻ എൻ്റെ കാലയളവിൽ നടന്നതായ ഒരു സംഭവം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്ത് മെഡിക്കൽ സെന്റർ എന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടേക്ക് ഒരു അമ്മ സ്ട്രോക്ക് വന്നിട്ട് അവര് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തു. വളരെ ലേറ്റ് ആയിട്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ സാധിച്ചത്. അവിടെ ചെന്നപ്പോൾ ആ രോഗത്തിൽ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു നിർവാഹവുമില്ല. ഡോക്ടർമാർ തിരഞ്ഞ് പരിശ്രമിച്ചു. പക്ഷെങ്കിൽ അവരവസാനം പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രയാസമാണ്. ഏക മകളുണ്ടായിരുന്നു, അവൾ ബാംഗ്ലൂരിലായിരുന്നു. ആ 19-കാരി വിവരം അറിയിച്ചു ഓടി വന്നു. ഒരു രാത്രി 10 മണിക്ക് ആ പെൺകുട്ടി വന്നപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യുവാനില്ല. പക്ഷേ അവള് ഇത് കേട്ട മാത്രയില് തൻ്റെ ചേതനേറ്റ് കിടക്കുന്ന അമ്മയെ ഒന്ന് ദർശിച്ചിട്ട് അവൾ നേരെ ഓടുകയായിരുന്നു. ധാരാളം ബന്ധുക്കളും ആയിട്ട് ആശുപത്രിയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. അവൾ നേരെ ഓടിയത് അവിടെ ഒരു ആ ഹോസ്പിറ്റലിന് ഒരു ചാപ്പലുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ കിടക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിൻ്റെ മുമ്പിലേക്ക് ഈ പെൺകുട്ടി പോയിട്ട് മുട്ടുമടക്കി 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടവര് ഇവളെവിടേക്ക് ഓടുന്നു നോക്കി അവരും ചെന്നു. അവരും ഈ പെൺകുട്ടിയുടെ പുറകെ അതേ ആ ചാപ്പലില് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ്. രാത്രി 10 മണിക്ക് നടന്ന സംഭവമാണ്. പക്ഷേ ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റില്ല. അവൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാ. പക്ഷേ വെളുപ്പിന് 3 മണിക്കും ആ പെൺകുട്ടി അവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മണിയായപ്പോൾ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് അല്പം ചലനം ആരംഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ആ സ്ത്രീ അനുഗ്രഹത്തോടുകൂടി ഇന്നും ജീവിക്കുന്നുണ്ട്. അതേ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ സാധിക്കും. അന്തർനേത്രം തുറന്ന് എൻ്റെ ദൈവം അതേ ഭൗതിക രാജ്യത്തിലെ ഭൗതിക ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് അത് സാധിച്ചു. ഇനി 4-മതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആത്മീക മനുഷ്യന് ദൈവത്തിന്റെ മഹത്വത്തെ ദർശിപ്പാൻ സാധിക്കും. നമുക്കറിയാം, കർത്താവ് തൻ്റെ 3 ശിഷ്യന്മാരെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. സമവീക്ഷണ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സമവീക്ഷണ സുവിശേഷം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, ഇത് 3ഉമാണ് സമവീക്ഷണ സുവിശേഷം. ഈ 3 സുവിശേഷത്തിലുമുണ്ട്. കൂടാതെ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുരൂപമലയിലെ ആ സംഭവം. യേശു ഈ 3 പേരെയും കൂട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുമ്പോൾ അവിടെ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും അന്തർനേത്രം തുറന്നപ്പോൾ സ്വർഗത്തിൽ ദൈവം അവർക്ക് വേണ്ടി അവരുടെ ആ അന്തർനേത്രം തുറന്നപ്പോൾ അവർ കാണുകയാണ്, യേശുവിന്റെ മുഖഭാവം മാറുന്നു. അവന്റെ വസ്ത്രം വെണ്മ പോലെ ശോഭിച്ചു. അവര് 2 പേര് കാണുകയാണ്, മോശയെയും ഏലിയാവുമായിട്ട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണം. ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായ നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയി നമ്മുടെ പ്രതിനിധികളായി മരിച്ചടക്കപ്പെട്ടവനായ മോശയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനായ ഏലിയാവും ഇതാ സ്വർഗത്തിൽ യേശു ക്രിസ്തുവുമായി സംസാരിക്കുന്നത് സ്വന്തം ദൃഷ്ടിയാൽ അവർക്ക് കാണുവാൻ അവരുടെ അന്തർനേത്രം തുറന്നു. പത്രോസ് പറയുകയാണ്, ഗുരു, ഞങ്ങൾ 3 കുടിലുകൾ കെട്ടാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, മറ്റത് മോശയ്ക്ക്. അവിടെ വേറൊരു ശബ്ദം കൂടി സ്വർഗത്തിൽ നിന്ന് അവര് കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ. അതെ, ഇവർക്കത് സാധിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ അന്തർനേത്രത്തിൽ സ്വർഗത്തിൽ ദൈവം തുറന്നു കൊടുത്തത് കൊണ്ട് അവർക്കത് ദർശിക്കുവാൻ സാധിച്ചു. മറ്റൊരു സംഭവം കൂടി നമുക്ക് പഴയ നിയമത്തിൽ കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം. അതെ,
6-ാം അധ്യായം 8 മുതൽ പഠിക്കുമ്പോൾ ആരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നു, പക്ഷേ അദ്ദേഹത്തിന് ജയിക്കുവാൻ സാധിച്ചില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് തിരക്കി ഭൃത്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ശയനമുറിയിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും ആ ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ഒരു പ്രവാചകൻ അവിടെയുണ്ട്. ആ പ്രവാചകനാണിത് നിനക്ക് എതിരായി പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആരാം രാജാവ് വലിയൊരു സൈന്യത്ത് ഇതാ ദോഥാനിൽ പാർത്തിരുന്നതായ ഏലീശ താർത്ത ആ പട്ടണത്തിന് ചുറ്റും അയക്കുകയാണ്. അവിടെ ഈ പട്ടണത്തിന് ചുറ്റും വലിയൊരു സൈന്യത്തെ രഥങ്ങളോടുകൂടി ഇറക്കിയെങ്കിൽ ഇതാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗേഹാസി എന്ന ബാല്യക്കാരൻ നോക്കുമ്പോൾ കാണുകയാണ് വലിയ ഒരു സൈന്യം വളഞ്ഞിരിക്കുന്നു. ഓടിച്ചെന്നിട്ട് നമ്മുടെ ഏലീശ പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ ഏലീശ പ്രവാചകൻ വളരെ ശാന്തനമായി ഈ ഭൃത്യനോട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, നമ്മുടെ കൂടെയുള്ളവർ അവരെക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗേഹാസി നോക്കുക, ഇവിടെ എത്ര പേരുണ്ട്? 5, 8, 10 പേരുണ്ട്. പക്ഷെ ഒരു വലിയ സൈന്യം ഞങ്ങളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഏലീശ പ്രവാചകൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ അന്തർനേത്രം ഒന്ന് തുറന്നു കൊടുക്കണമേ. അന്തർനേത്രം തുറന്ന ഈ ഗേഹാസി കാണുകയാണ്, ഈ ഭൃത്യൻ കാണുകയാണ്, വലിയൊരു അഗ്നിരഥങ്ങളോട് കൂടിയ ഒരു വലിയ സൈന്യം ഇതാ തങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത്. അതെ, നമ്മുടെ അന്തർനേത്രം തുറക്കുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിപ്പാൻ സാധിക്കും. ഒരു ചിന്ത കൂടി മാത്രം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്തർനേത്രം തുറക്കുന്ന മനുഷ്യന് മരണഭയമില്ല. നമുക്കറിയാം, ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ഓരോ കല്ല് വരുമ്പോഴും അദ്ദേഹത്തിന്റെ അന്തർനേത്രം തുറന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിന്റെ കർത്താവിന്റെ വലതുഭാഗത്ത് ഉദിതനായ കർത്താവ് നിൽക്കുന്നത് ദർശിച്ചു. അത് അന്തർനേത്രം തുറന്നുകൊണ്ട് അത് കാണുവാൻ ആ സ്തേഫാനോസിന് സാധിച്ചു. അതുപോലെ തന്നെ നാം ഒന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും നമ്മുടെ പിതാവായ ഓർത്തഡോക്സ് സഭ എന്നുള്ളത് മലങ്കര സഭയുടെ തന്നെ നമ്മുടെ കാവൽ പിതാവായ തോമാസ് ശ്ലീഹായെ നോക്കിയാൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ലാസറിന്റെ കല്ലറയിലേക്ക് ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ബഥാനിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഇതാ മറ്റുള്ള ശിഷ്യന്മാര് വിലക്കുകയാണ്, പോകണ്ട, ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുവാൻ പ്രാപിക്കുന്നു, അതുകൊണ്ട് അവിടേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ പറയുക, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. എന്തുകൊണ്ട് അവനോടുകൂടി മരിക്കുവാൻ, ഭൗതികമായി മരിക്കുവാൻ തോമാസ് ശ്ലീഹ ഭയപ്പെട്ടില്ല? കാരണമൊന്നുണ്ട്, അവൻ തൻ്റെ കൂടെയുള്ള തൻ്റെ ഗുരുവ് നിത്യമായി ജീവനെ നൽകുന്നവനാണ് എന്നുള്ളതായ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് തോമാസ് ശ്ലീഹായ്ക്ക് അത് പറയുവാൻ സാധിച്ചത്. അതുകൊണ്ട് പിന്നീട് തോമാസ് ശ്ലീഹായോട് ഉൾപ്പെടെയുള്ളപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഐ ആം ദ റിസറക്ഷൻ ഓഫ് ആൻഡ് ലൈഫ് എന്ന്. പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്ന് യേശു പറയുവാൻ സംഗതിയായി. ഈ വിശ്വാസം നമ്മുടെ കാവൽ പിതാവായ തോമാസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഞാൻ 6 ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ 6 ചിന്തകൾ നിങ്ങൾ മനസ്സിൽ ഒന്ന് ദൃഢമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ഓർത്താൽ മതി. ഒരു അച്ഛൻ്റെ അപ്പൻ അമേരിക്കയിൽ വന്ന് അന്തർനേത്രം തുറന്ന 6ാമത്തെ ഇന്ദ്രിയത്തെ കുറിച്ച് 6 കാര്യങ്ങൾ ഓർപ്പിച്ചു. അതെന്തൊക്കെയാണ്? ആത്മീക മനുഷ്യൻ പാപത്തിന് പോകത്തില്ല, ആത്മീക മനുഷ്യന് പാപബോധവും പശ്ചാത്താപവും ഉണ്ട്, ആത്മീക മനുഷ്യന് ദൈവവിശ്വാസമുണ്ട്, ആത്മീക മനുഷ്യന്
ദൈവത്തിന്റെ മഹത്വത്തെ ദർശിപ്പാൻ സാധിക്കും. ആത്മീക മനുഷ്യൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തെ കൊടുക്കുവാൻ സാധിക്കും. ആത്മീക മനുഷ്യൻ മരണഭയമില്ല. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇത്രയും സമയം ഈ വചനം ശ്രവിച്ച നിങ്ങളോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ബോംബെയിൽ ലേ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഖിലമലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ ബോംബെ ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ ചാരെ പ്രസ്ഥാനത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ 8 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി രചിച്ചത് 7-ന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെ നമ്മുടെ ആത്മീകമായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത് എൻ്റെ വിശ്രമ ജീവിതം നയിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ മകൻ മനീഷ് അച്ഛൻ്റെ ഭവനത്തിൽ സന്ദർശനത്തിനായി വന്ന സമയമാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ച് നിങ്ങൾ ഓരോരുത്തരുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അച്ഛൻ സാറിനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് സാറിനോടുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴേ ദൂത് തരണം എന്ന് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും സാറിനുണ്ടാകട്ടെ, സാറിനും സാറിൻ്റെ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പി കെ മേത്തായി സാറിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാറിൽ കൂടി സർവശക്തൻ ഞങ്ങൾക്ക് അയച്ചു തന്ന ദൂതനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ വേദപുസ്തകം വായന ആരംഭിച്ചപ്പോൾ സാധാരണയായി 119 സങ്കീർത്തനത്തിന്റെ വാക്യം ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഇന്ന് എന്തോ എഫെസ്യർ 1:17 വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വേദപുസ്തകം വായന ആരംഭിച്ചത്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണമേ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേദപുസ്തകം വായിക്കാൻ ഇടയായത്. നമ്മുടെ പ്രാർത്ഥനയെ ദൈവാത്മാവാണ് നയിക്കുന്നത്. സാറിന്റെ 6 പ്രത്യേകമായ പോയിന്റുകൾ ജീവിതത്തില് അന്തർനേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അതോടുകൂടി എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാൻ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകാനും ജീവിതത്തിൽ അത് ഏറ്റവും ഓരോ നിമിഷവും ഞങ്ങളുടെ അന്തർനേത്രങ്ങളെ തുറക്കണമേ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. ഒന്നുകൂടി നമുക്ക് വചന സന്ദേശം തന്ന ബഹുമാനപ്പെട്ട സാറിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. അഭിവന്യ തോമസ് മാറിവാനിയസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. അഭിവന്യ പരിശുദ്ധ ബാവ തിരുമേനിക്ക് സഭയെ നയിക്കുവാനും എല്ലാ സഭാ നേതാക്കൾക്കും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ വന്ന് ഐക്യത്തോടെ പ്രവർത്തിക്കാനും ഇടവരണമേന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, എല്ലാ കൊശമ്മമാര്, എല്ലാ തിരുമേനിമാര്, എല്ലാ ശമാശന്മാര്, എല്ലാ ആത്മീയ സംഘടനയുടെ നേതാക്കള്, സെമിനേറിയൻസ്, ആൾട്ടർ ബോയ്സ്, ഇടവക പള്ളികള്, ഇടവക പുരോഹിതന്മാർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന അഭിഷിക്തരെയും ആൽമേരെയും സമർപ്പിക്കുന്നു. പൈങ്ങോലിയച്ചൻ, PC വർഗീസ് കോർപ്പിസ്കോപ്പാച്ചൻ, ശാന്ത തോമസ്, സണ്ണി, ഓസ്റ്റിൻ പള്ളിയിലെ സണ്ണി ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ സർജറി ഓർത്ത് എബ്രഹാം സക്രിയ ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ വരുവാൻ സഹായിച്ചു. സ്തോത്രം പറയുന്നു. ഡോക്ടർ ഈശ്വറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസ്, ജോർജ് മാത്യു, കുര്യനച്ചായനെ ഓർത്ത് ബിൽ, ലിഖിത ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകം പേരുടെ റിക്വസ്റ്റുകളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ ലിസ്റ്റുകളൊന്നും നിരത്താനായി ഇവിടെ വന്നവരല്ല. ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട്, നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട്
ദൈവമേ, Okay. ഒരു ഏകദേശം Did 80-ലധികം your പേര് friend get a ഒരുമിച്ച് chance to look at the folder that I left, and did he have any? ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമേ എന്ന് ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, തലകൾ വണക്കിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഓരോ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ കെടുതിയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർക്ക് അനുരഞ്ജനവും സമാധാനവും കൊടുക്കണമേ. ജനത്തോട് കരുണയുണ്ടാകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളുടെ മേൽ പരിശുദ്ധാത്മ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നടത്തിക്കൊള്ളും നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. നമ്മോട് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടവരെ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തമ്പുരാൻ നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ച് നാം ആ അപേക്ഷകൾ ദിവസത്തെ സമർപ്പിക്കാവുന്നല്ലോ. ബർത്ത്ഡേ ആയിരുന്ന സജി ഫിലിപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന ബനോറീസച്ചൻ സാലി കൊച്ചമ്മ, സാബു സൽമ ഇവരെ സമർപ്പിക്കുന്നു, സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അതോടൊപ്പം വെഡിങ് ആനിവേഴ്സറി ആയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഗ്രാജുവേഷനായ എല്ലാ മക്കളെയും ദിവസം സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവരെ അലനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലയാനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട അനേകരുണ്ട്. ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരെ എല്ലാ മക്കളെയും ഒന്നുകൂടി സമർപ്പിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവര്, വീട് പണിയാനായിട്ട് വൈഷമ്യം അനുഭവിക്കുന്നവര്, വീട് പണി ആരംഭിച്ചവരെ അനേകം മക്കള് റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്, അവരെ സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. പല വിധത്തിലെ ക്ലേശങ്ങളാണ്. ഭാവി എന്താണെന്ന് അറിയാത്ത മക്കളുണ്ട്. ഏത് ലൈനിൽ തിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന മക്കളുണ്ട്. അതേപോലെ ലഹരി, ഇന്റർനെറ്റ് ഇതിന്റെ അടിമത്തത്തിലിരിക്കുന്ന മക്കള്. ഈ സമകാലീന പ്രശ്നങ്ങൾ അത് ഏതാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ പാടില്ലാത്ത പല പ്രശ്നങ്ങളാകുന്നു. അതിന്റെ അടിമത്തത്തില്, അതിന്റെ വിഷമത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ പേരൻസും അവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഉപരിപഠനം, ജോലി, ഭാവി പല പ്രാവശ്യം ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെടുന്നു. എങ്കിലും ദൈവത്തിന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ നടത്തിക്കൊള്ളും. ആരാധനയില്, വേദപുസ്തക വായനയില്, പ്രാർത്ഥനയില് പൂർണ്ണമായി ശരണം വയ്ക്കാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നാം ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം അവരും ശുദ്ധീകരിക്കപ്പെടും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന അനേകരുണ്ട്. ജഫോസനെ ഓർത്ത് സ്തോത്രം, ജോഷുവയെ ഓർത്ത് സ്തോത്രം, അഭിജിത്ത്, 2 ആൻമാര്, എലിസബത്ത്, നെയ്തൻ, ലോറൻസ്, ഹാന, മാത്യു, എവലിൻ എല്ലാ മക്കളെയും ദേവസന്നിധി സമർപ്പിക്കുന്നു. ലിഡിയ, മേഘ. കോൺസെക്രേഷൻ ആയിരിക്കുന്ന ചർച്ചസിനെ പ്രത്യേകിച്ച് സെയിന്റ് ഗ്രിഗോറിയോസ് ഡിട്രോയിറ്റ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ആ ശുശ്രൂഷ ദൈവമേ അനുഗ്രഹമാകണമേ. ശലോമോൻ ദൈവാലയത്തെ സമർപ്പിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനും ആരാധനയ്ക്ക് ആയിട്ട് അത് ഒരുങ്ങി വരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെയിന്റ് മേരീസ് കാൽഗറി 29th 30th സെന്റ് ഗ്രിഗോറിയസ് കാർലൻ, സെന്റ് ഗ്രിഗോറിയസ് ഹ്യൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയസ് ഡാലസ്, അതുപോലെ സെയിന്റ് സ്റ്റീഫൻസ് ഹ്യൂസ്റ്റൺ. ധാരാളം ചർച്ചസ് ഉണ്ട്. ഇതെല്ലാം അനുഗ്രഹപരമായി പണി പൂർത്തിയാക്കി ദൈവനാമ മഹത്വത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. അബിഗേൽ, അലീഷ, ആൻസിലി, അഞ്ജലി, അഞ്ജു, വാനില, ബീന, ബെറ്റ്സി. പ്രഗ്നന്റ് ആയിരിക്കുന്ന മക്കളെ ഗിഫ്റ്റി, എലിഷുബ, ഫേബ, ആർലിൻ, അലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, മറി, നിധി, രജനി, ഡാർലി ഇവരെ സമർപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങള്, ധാരാളം കൊച്ചു കുഞ്ഞുങ്ങള് ഉണ്ട്, അവരെ സമർപ്പിക്കുന്നു.
പാർട്ട്നേഴ്സിനെ ആവശ്യപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവത്തിനെ സമർപ്പിക്കുന്നു. ദൈവഹിത പ്രകാരം ഓരോ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാം. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭയശില സ്പെഷ്യൽ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹന, ശാലയും കാരുണ്യ നിലയം ഇവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും ചെയ്യാവുന്ന സഹായം ചെയ്യാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതികളിലും നാച്ചുറൽ കലാമിറ്റീസും പീഡ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദിവസത്തെ സമർപ്പിക്കുന്നു. നാം അധിവസിക്കുന്ന രാജ്യം, നാം വിട്ടുപോയ രാജ്യം, വിട്ടുവന്ന രാജ്യം പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. 5-ാം മാർത്തോമയുടെ ഓർമ്മയായിരുന്നുവല്ലോ, അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. വാങ്ങിപ്പോയ റോഹൻ, സെബാസ്റ്റ്യൻ, ലീലക് ജോസഫ്, വർഗീസ് തരകൻ, രഞ്ജി വർഗീസ് ഇവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുസമ വർഗീസ് ആണ് അമ്മാമയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മാമയെ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മാമ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായും കൂടി വ്യാപരിക്കുന്നു ഞങ്ങൾ അറിയുന്നു. എൻ്റെ കർത്താവെ, പെന്തിക്കോസ്തിയുടെ നാളുകളൊക്കെയും അടുത്തു വരുന്നു. മാതാവും സ്ലീഹന്മാരും ഒക്കെ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, ഞങ്ങൾക്ക് ഒരു മനസ്സോടുകൂടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ. ഇവിടെ പല മനപ്രയാസത്തോടെ പല ആളുകളും പല ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവയെല്ലാം സാധിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളത് സാധിച്ചു കൊടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥാ, ഈ കുഞ്ഞുങ്ങളൊക്കെയും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി, ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി, മാതാപിതാക്കൾക്ക് മനപ്രയാസമൊന്നുമില്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരണമേ കർത്താവേ. ഞങ്ങളുടെ ഞങ്ങളുടെ യുവാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, യുവാക്കൾ പലവിധമായ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. നീ അവർക്കൊക്കെയും സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ജീവിതത്തിന്റെ വഴി അവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങളും ദൈവമേ ദൈവമില്ലാത്തവരായി ജീവിപ്പാൻ ഇടയാകല്ലേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ പോകുന്ന പല കുടുംബങ്ങളും ഉണ്ട് കർത്താവേ. ആ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ ദൈവമേ. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യ ഭവനത്തിൽ ഇറങ്ങിയാൽ ആ ഭവനം സമാധാനമാകുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മധ്യവയസ്കർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട അനേകം കുഞ്ഞുങ്ങൾ കർത്താവേ നമ്മുടെ ഇടയിൽ വിഷമിക്കുന്നുണ്ടല്ലോ ദൈവമേ. നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവേ. ജോലി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെയും കർത്താവേ ഉപജീവനത്തിന്റെ എല്ലാ മാർഗവും അവിടുന്ന് കാണിച്ചു കൊടുക്കണേ കർത്താവേ.
അവർക്ക് തക്കതായ ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. എൻ്റെ ദൈവമായ കർത്താവേ, രോഗാവസ്ഥയിലായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്ന അനേകരുണ്ട് കർത്താവേ. രോഗത്തിൽ എൻ്റെ കർത്താവ് അവരെ താങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ രോഗങ്ങൾക്കും വൈദ്യനായ ദൈവമേ, നിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ അടുത്ത് വരുന്നത്. ദൈവമേ, നിന്റെ അടുത്ത് വരുന്ന ഒരുത്തരെയും അവിടുന്ന് ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യുകയില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ രോഗികളെല്ലാം കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അവരോട് കർത്താവിന് കൃപയും കരുണയും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഈ രാജ്യത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ സമാധാനവും ഈ രാജ്യത്തിന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെയൊക്കെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, മനുഷ്യനെല്ലാം സമാധാനത്തോട് ജീവിക്കുവാനുള്ള എല്ലാ ബുദ്ധിയും ജ്ഞാനവും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഞങ്ങൾ വിട്ടുപോകുന്ന രാജ്യത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ രാജ്യത്തിലും കർത്താവേ, സന്തോഷവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയിൽ സമാധാനം നിലനിർത്തണമേ കർത്താവേ. സഭാധ്യക്ഷനായ ഞങ്ങളുടെ കാതോലിക്ക ബാവായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഐശ്വരോഗ്യവും കൊടുക്കണമേ. സഭയെ ശരിയായി നയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് തിരുമേനിക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അഭിവന്യ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഈ ഡയോസിസിന്റെ തിരുമേനിയെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആത്മീയ പിതാക്കന്മാരെ, ഞങ്ങളുടെ എല്ലാ ആത്മീയ പിതാക്കന്മാരെയും ചമ്മാച്ചന്മാരെയും എല്ലാം കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇതിനെ കൊണ്ടുപോകുവാൻ, ഈ ശുശ്രൂഷകളൊക്കെ കൊണ്ടുപോകാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ദൈവമേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട പലതും ഉണ്ട് കർത്താവേ. ദൈവമേ, അവരെയൊക്കെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. എന്റെ കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇതിലുണ്ടായിരിക്കണമേ കർത്താവേ. ഇതിൽ വരുന്നവർക്കൊക്കെയും പരിശുദ്ധാത്മാവിന്റെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലോപ്പാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമീൻ. ആശീർവാദം പറയണം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസം നാം എല്ലാവരും കൂടി ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ശനി. Praise the Lord. Respected Achin, dear mothers and our sisters, as always, I offer a first thanks to our Lord Almighty. Thank you, Jesus, for all the wonderful moments that you have given us, especially such as these, where you give us an opportunity to gather in our own humble abode and make us willing to take a moment and pray for our fellow brothers and sisters, to praise you and to thank you for the very breath that we take. Thank you to our shepherd, Ivanios Tirmeni. Even in his absence, he continues to pray and support us. Thank you to our respected speaker for the day, P.K. Matai. Uncle is our dear Manisha Chin's father, as we know. And as he said, he delivers talks in the Diocese of Bombay, and he does many other spiritual ministry as well. We are glad he is in amidst us today, and he was able to share the word of God with us. Uncle, we are thankful to you to have chosen to spend your time, valuable time with us today here. And as you quoted Ephesians 1, chapter 1, verse 17, this is a very dear verse to me. We pray that God fills us with the spirit of wisdom and revelation so that we may know him better.
We pray that the eyes of our heart be enlightened so we may know that He has called us and has set us apart to inherit His glorious riches. Thank you so much for sharing that word of God with us again, Uncle. And thank you, Chinnama Auntie and Eliama Auntie, for the melodious hymns that you sung today. To Gigi Auntie and Punama Auntie for reading the scriptures. To Susama Auntie for uplifting our prayers and petitions to our Lord. May God bless you all and your beloved families too. Thank you, Beniacha, for always being there to support us and be there to fill Abiachan's absence a lot. Acha. Thank you for leading the prayer for us today. We are grateful for your presence, Acha. And thank you to all the participating members of St. Mary's Church, Atlanta, to have led today's prayer. I was delighted to see all our mothers and especially our elders leading us today. Thank you, Elizabeth Auntie, for always, without unfailingly, you continue leading this prayer, organizing and conducting this prayer meeting. Thank you to all the regional and unit secretaries and all my fellow families who have joined this prayer and who join every week, knowing fully that no effort or prayers go unanswered by our Lord. May our unceasing prayers be an offering to our Lord. In the name of the Father, Son, and the Holy Spirit. Thank you. Thank you, Shini.